സ്വർഗം തുറന്നിതാ, ജീവന്റെ യാഗം തുടങ്ങാം. ഇടയനും അജഗണവും നമ്മൾ ഒരുമയോടി ബലിയർപ്പിച്ചിടാ. സ്വർഗം തുറന്നിതാ, ജീവന്റെ യാഗം തുടങ്ങാം. ഇടയനും അജഗണവും നമ്മൾ ഒരുമയോടി ബലിയർപ്പിക്കുവിൻ. പാടുവിൻ ജഗീതികൾ, വിണ്ണിൻ മഹത്ത രാജരാജന. പാടുവിൻ സങ്കീർത്തനം, മണ്ണിന്റെ രക്ഷകനാഥന. എന്നുമെന്നും എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഒന്നു ചേർന്നർപ്പിക്കുവിൻ. എന്നുമെന്നും എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഒന്നു ചേർന്നർപ്പിക്കുവിൻ. യേശുവിൻ കൽപ്പനയോർത്തിടാം, യേശുവിൻ നാമം വാഴ്ത്തിടാം. അൾത്താരൻ തന്നിൽ യാഗമായി തീർന്നിടാൻ യേശുവോടൊപ്പം ചേർന്നിടാം. പാടുവിൻ ജഗീതികൾ, വിണ്ണിൻ മഹത്ത രാജരാജന. പാടുവിൻ സങ്കീർത്തനം, മണ്ണിന്റെ രക്ഷകനാഥന. സ്വർഗം തുറന്നിതാ, ജീവന്റെ യാഗം തുടങ്ങാം. ഇടയനും അജഗണവും നമ്മൾ ഒരുമയോടി ബലിയർപ്പിച്ചിടാ. ഞാനുമെൻ താതനുമെന്ന പോൽ നിങ്ങളും ഒന്നായി ജീവിക്കുവിൻ. ഞാനുമെൻ താതനുമെന്ന പോൽ നിങ്ങളും ഒന്നായി ജീവിക്കുവിൻ. യേശുവിൻ കൽപ്പന ഓർത്തിടാം, യേശുവിൻ നാമം വാഴ്ത്തിടാം. ബലി കഴിഞ്ഞാലും ഈ ബന്ധവും സ്നേഹവും ഓരോ നിമിഷവും കാത്തിടാം. പാടുവിൻ ജഗീതികൾ, വിണ്ണിൻ മഹത്ത രാജരാജന. പാടുവിൻ സങ്കീർത്തനം, മണ്ണിന്റെ രക്ഷകനാഥന. സ്വർഗം തുറന്നിതാ, ജീവന്റെ യാഗം തുടങ്ങാം. ഇടയനും അജഗണവും നമ്മൾ ഒരുമയോടി ബലിയർപ്പിച്ചിടാ. സ്വർഗം തുറന്നിതാ, ജീവന്റെ യാഗം തുടങ്ങാം. ഇടയനും അജഗണവും നമ്മൾ ഒരുമയോടി ബലിയർപ്പിച്ചിടാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ബലിവേദിയിലെ പ്രിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പുപ്പാടിയച്ച, ബഹുമാനപ്പെട്ട ജോർജ് ജോൺ മേരി മകലമച്ച, ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട സഹവികാരിയച്ച, ദർശന സമൂഹാംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്നത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന
പ്രിയപ്പെട്ട യുവജനങ്ങളെ, കർമ്മലമാതാ കുടുംബ യൂണിറ്റിലെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കേവലം 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ ആട്ടിടയൻ്റെ തിരുനാൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണ്. ഈ ഇടയന് വേണ്ടി രക്തം ചിന്തി ജീവൻ കൊടുക്കുവാൻ തയ്യാറായ ഒരു യുവ സൈനികൻ്റെ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ 4-ാം ദിവസമായി ഇന്ന് നമ്മുടെ ഇടവകയുടെ അഭിമാന പാത്രങ്ങളായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യുവജനങ്ങളോടൊപ്പം അവർക്ക് വേണ്ടി നമ്മളിന്ന് ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ യുവാവായ ഈ ഇടയൻ കാണിച്ചു തന്ന ജീവിത മാതൃക, അതിൽ നിന്നും പ്രചോദനവും സ്വാധീനവും ഉൾക്കൊണ്ടുകൊണ്ട് അവൻ കാണിച്ചു തന്ന നന്മയുടെയും കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂല്യങ്ങളാൽ ആകർഷിക്കപ്പെട്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട യുവജനങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സഹജീവികളോട് കാരുണ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപാവരത്തിനായി അവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം കർമ്മലമാതാ എന്നീ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രസിദ്ധേന്തിമാരായ സഹോദരങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇന്നത്തെ ദിവ്യബലിയുടെ നിയോഗങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന വാരുവില്ല കുടുംബാംഗങ്ങൾ മർക്കോസ് തെക്കേനകത്ത്, പയസ് കോച്ചേരി, ത്രേസ്യാമ കുന്നേൽപ്പറമ്പിൽ എന്നിവരുടെ പ്രത്യേകമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നല്ലവനായ ദൈവത്തിൻ്റെ ധാരാളമായ അനുഗ്രഹം അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് കുടുംബത്തിന് ഉണ്ടാകുന്നതിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പരമപരിശുദ്ധമായ ഈ ദിവ്യബലി ഏറ്റവും ഭക്തിപൂർവം നമുക്ക് അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമി സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
അങ്ങേ മഹാമഹിമൈകിതാ നന്ദി ചൊല്ലും നീവ താഴ്മയാ ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനേ. സർവൈകശക്തനം ദൈവമേ താരനാമങ്ങയെ വാഴ്ത്തുന്നു ഏകാത്മജാദേവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവൂതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവൂതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകന നാദനം അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കേണപേക്ഷിക്കുന്ന ജനത്തിന്റെ പ്രാർത്ഥന സ്വർഗീയ കാരുണ്യത്തോടെ ശ്രവിക്കണമേ. അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ടവ കാണാനും കണ്ടവ നിവർത്തിക്കാൻ ശക്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാവങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ച ശേഷം അത്യുന്നതനുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നതുപോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് ദൈവം അരുൾ ചെയ്തിട്ടുള്ളത്? വീണ്ടും തൻ്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ
അവിടുന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആനന്ദിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. എല്ലാ ദേവന്മാരും കർത്താവിന്റെ മുൻപിൽ കുമ്പിടുന്നു. എല്ലാ ദേവന്മാരും കർത്താവിന്റെ മുൻപിൽ കുമ്പിടുന്നു. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദ്വീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. എല്ലാ ദേവന്മാരും കർത്താവിന്റെ മുൻപിൽ കുമ്പിടുന്നു. ആകാശം അവിടുത്തെ നീതി പ്രഘോഷിക്കുന്നു. എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. എല്ലാ ദേവന്മാരും അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു. എല്ലാ ദേവന്മാരും കർത്താവിന്റെ മുൻപിൽ കുമ്പിടുന്നു. കർത്താവേ, അങ്ങ് ഭൂമി മുഴുവന്റെയും അധിപനാണ്. എല്ലാ ദേവന്മാരെക്കാൾ ഉന്നതനാണ്. എല്ലാ ദേവന്മാരും കർത്താവിന്റെ മുൻപിൽ കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ഈ ആത്മാവോടും കൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷമുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യോഹന്നാൻ ബന്ധനസ്നായെന്ന് കേട്ടപ്പോൾ ബന്ധനസ്നായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. യേശു ഗലീൽ കടൽ തീരത്തൂടെ കടന്നു പോകുമ്പോൾ ശിമിയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം.
ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, 1935 ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന ഒരു സംഭവം. ഒരു തണുത്ത രാത്രിയിൽ അവിടെ ഒരു രാത്രി വിചാരണ നടക്കുകയാണ്. ഇതിൻ്റെ പേര് ദ നൈറ്റ് ട്രയൽ എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഒരു കോടതി മുറിയാണ് രംഗം. കോടതി നിറയെ ആളുകൾ. ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കുന്നു. പ്രതിക്കൂട്ടിൽ വൃദ്ധയായ ഒരു സ്ത്രീ അപമാനത്താൽ ശിരസ് കുനിഞ്ഞ് അവർ നിൽക്കുകയാണ്. ഈ ജഡ്ജി ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്തുവോ? അതായത് അവർ ഒരു മോഷണം നടത്തി. ഇതാണ് അവർ ചെയ്ത കുറ്റകൃത്യം. റൊട്ടി മോഷ്ടിച്ചു. നിങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്തുവോ? ആ സ്ത്രീ തലകുനിച്ച് നിന്നുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു, ഓ പ്രഭോ, ഞാൻ മോഷ്ടിച്ചു. മോഷണം കുറ്റകൃത്യമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയാം. പക്ഷേ ഞാൻ മോഷ്ടിച്ചത് എനിക്ക് വേണ്ടിയല്ല. എൻ്റെ മകളുടെ ഭർത്താവ് മകളെയും 2 മക്കളെയും ഉപേക്ഷിച്ചു പോയി. അവരെ നോക്കുവാൻ ആരുമില്ല. കുഞ്ഞുമക്കൾ തീരെ ചെറിയ കുട്ടികളാണ്. ദിവസങ്ങളായി അവർ ഭക്ഷണം കഴിച്ചിട്ട്. അവരുടെ കരച്ചിൽ കണ്ട് നിൽക്കുവാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെയാണ് ഞാൻ ഈ റൊട്ടി മോഷ്ടിച്ചത്. ജഡ്ജി പറഞ്ഞു, ഏത് സാഹചര്യത്തിലാണെങ്കിലും മോഷണം കുറ്റകൃത്യമാണ്. എല്ലാവരും നിയമത്തിന് മുൻപിൽ തുല്യരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ശിക്ഷ വിധിക്കുവാൻ പോവുകയാണ്. 2 തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ $10 പിഴ നൽകുവാൻ നിങ്ങൾ തയ്യാറാകണം. അതല്ല എങ്കിൽ 10 ദിവസം ജയിൽ ശിക്ഷ അനുഭവിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഇതിൽ 2-ൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ സ്ത്രീ തല ഉയർത്തി ജഡ്ജിയുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രഭോ, ഞാൻ തെറ്റ് ചെയ്തവളാണ്. ഞാൻ ചെയ്ത തെറ്റിന് കുറ്റമേറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ അങ്ങയോടുള്ള നിയമത്തോടുള്ള എല്ലാ ബഹുമാനത്തോടുകൂടി ഞാൻ പറയട്ടെ, പിഴയൊടുക്കുവാൻ $10 എൻ്റെ കൈവശമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഈ മോഷണം നടത്തുകയില്ലായിരുന്നു. 10 ദിവസം ജയിലിൽ കിടക്കുവാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ പ്രയാസം, ഞാൻ ജയിലിലായിരിക്കുമ്പോൾ എൻ്റെ മകളെയും അവളുടെ ഈ കുഞ്ഞുങ്ങളെയും ആര് സംരക്ഷിക്കും, ആര് നോക്കും, ആരവർക്ക് ഭക്ഷണം നേടിക്കൊടുക്കും എന്നുള്ളതാണ്. കോടതി മുറിയാകെ നിശബ്ദത, കനത്ത നിശബ്ദത. ജഡ്ജി അല്പസമയം മിണ്ടാതിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും $10 ഒരു നോട്ട് എടുത്ത് എല്ലാവരെയും കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വിധിക്കപ്പെട്ട ശിക്ഷ ഈ പിഴ ഇതുവഴി ആ പിഴയൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾക്ക് പോകാം. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഇതോടുകൂടി ഞാൻ മറ്റൊരു ശിക്ഷ കൂടി വിധിക്കുകയാണ്. വൃദ്ധയായ ഈ സ്ത്രീ വിശപ്പിന് വേണ്ടി ഇപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്തുവെങ്കിൽ അതിന് നമ്മളെല്ലാവരും ഒരുപോലെ തെറ്റുകാരാണ്.
അതുകൊണ്ട് നമ്മളെല്ലാവരും ശിക്ഷ അനുഭവിക്കണം. അദ്ദേഹം പറഞ്ഞു, ഈ കോടതി മുറിയിലുള്ള എല്ലാവരും 50 സെൻറ്റ് വീതം, ഡോളറിൻ്റെ പകുതി സെൻറ്റ് വീതം കൊടുക്കുവാൻ തയ്യാറാകണം. ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. ആ കോടതി ഉദ്യോഗസ്ഥനെ ജഡ്ജി ഈ കാര്യം അത് ശേഖരിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റ് ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് പിഴ ശിക്ഷ വാങ്ങിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി അവർ കയ്യിലുള്ളതൊക്കെ കൊടുക്കുവാൻ തുടങ്ങി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ 47.50 ഇത്രയും ഡോളർ ആ കോടതി മുറിയിൽ നിന്നും എല്ലാവരിൽ നിന്നും ശേഖരിച്ച് ആ സ്ത്രീക്ക് കൊടുത്ത് അവരെ യാത്രയാക്കി. ഈ ജഡ്ജി പറഞ്ഞ വാക്കുകൾ, ഈ വൃദ്ധയായ സ്ത്രീ ചെയ്ത ഈ കുറ്റകൃത്യത്തിന് നമ്മളെല്ലാവരും ഒരുപോലെ ഉത്തരവാദികളാണ്. അതുകൊണ്ട് അതിൻ്റെ ശിക്ഷ നമ്മളെല്ലാവരും ഏറ്റെടുത്തേ മതിയാവൂ. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമുക്ക് ചുറ്റും ആരെങ്കിലും വിശന്നാൽ, ആരെങ്കിലും മനോവിഷമം അനുഭവിച്ചാൽ അതിൻ്റെ കുറ്റം നമുക്കെല്ലാവർക്കുമുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. ഒരു കുറ്റകൃത്യത്തിൻ്റെ സാമൂഹികമായ മാനത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് ഈശോ എന്ന നല്ല ഇടയൻ്റെ മനോഭാവത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. അവിടത്തേക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ആടും കൂടെയുള്ള 99 ആടുകളും ഒരുപോലെയാണ്. ഒരാട് അവിടത്തേക്ക് ഒരു ആട്ടിൻ പറ്റമാണ്. ആ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. അവിടുത്തെ ജീവിതത്തിൽ, അവിടുത്തെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം എന്ന് പറയുന്നത് കാരുണ്യമാണ്, കരുതലാണ്, കരുണയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹം. ആ കാരുണ്യമുള്ളത് കൊണ്ടാണ് ആടുകളുടെ മുന്നേ നടക്കുന്നത്, അവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ തയ്യാറാകുന്നത്. ആടുകൾ ഏറ്റവും സാധുക്കളായിട്ടുള്ള മൃഗങ്ങളാണ്. അവരെ സംരക്ഷിക്കുവാൻ ഇടയൻ തൻ്റെ ജീവൻ മുഴുവൻ കൊടുത്തേ മതിയാവൂ. എങ്കിൽ മാത്രമേ അവയെ സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആടുകൾക്ക് സ്വയമേവ പ്രതിരോധിക്കുവാനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് മുൻപേ നടക്കുന്നത്. അവർക്ക് വേണ്ടി ഞാൻ ജീവൻ ബലി കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഈശോ ഒരിക്കൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിറയെ ആളുകൾ തന്നെ കേൾക്കുവാൻ വന്നിരിക്കുന്നു. അവരെ കണ്ട് അവിടത്തേക്ക് അനുകമ്പ തോന്നി. ഈ അനുകമ്പ തോന്നിയപ്പോൾ ശിഷ്യന്മാർ വന്ന് അവിടത്തോട് പറയുന്നുണ്ട്, ഇതൊരു വിജനസ്ഥലമാണ്, അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, അവരെ പറഞ്ഞയക്കുക. ഈശോ കൊടുത്ത മറുപടി എന്താണ്? നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈശോയ്ക്കറിയാം. അവിടുന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ കാരുണ്യത്തിൻ്റെ, എൻ്റെ കരുതലിൻ്റെ ഉപകരണങ്ങളാകാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കരങ്ങളിലൂടെയാണ്, നിങ്ങളുടെ ജീവിതത്തിലൂടെയാണ് ഞാൻ എൻ്റെ കാരുണ്യവും കരുതലുമെല്ലാം പ്രകടിപ്പിക്കുവാൻ പോകുന്നത്. അത് ഇഷ്ടമുള്ളവരോട് കാണിക്കുന്നതല്ല കരുണ. നമ്മുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും നമ്മുടെ കൂടെ നിൽക്കുന്നവരോട് മാത്രം കാണിക്കുന്നതല്ല യഥാർത്ഥ കരുണ എന്ന് പറയുന്നത്. മാറി നിൽക്കുന്നവരും നിഷേധിച്ച് പറഞ്ഞു പോകുന്നവരും അവരെ കൂടി ചേർത്ത് നിർത്തുമ്പോഴാണ് അത് യഥാർത്ഥ കാരുണ്യമായി, കരുതലായി മാറുക. അല്ലെങ്കിൽ ഇടയന് ചിന്തിക്കാം, 99 തൻ്റെ കൂടെയുണ്ട്, ആ വഴിതെറ്റിപ്പോയത് അനുസരണയില്ലാത്ത ആടാണ്, അതൊരിക്കലും ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, അത് പൊയ്ക്കോട്ടെ, ബാക്കി 99 തൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് ഇടയന് ചിന്തിക്കാം. പക്ഷേ ഈ ഇടയൻ അങ്ങനെ ചിന്തിക്കുന്നവനല്ല. വഴിതെറ്റിപ്പോയ ആ ഒരാട്, അത് ഞാൻ പറഞ്ഞതുപോലെ തൻ്റെ കൂടെയുള്ള 99 പോലെ
അവിടത്തേക്ക് സമമാണ്. ഈ ഒരാട് തനിക്ക് ആട്ടിൻപറ്റമാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. അതേ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം എനിക്ക് ജെറൂസലേമിൽ സാക്ഷികളാവുക, അതിനുശേഷം ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. അതിനർത്ഥം നമുക്ക് കാരുണ്യം കാണിക്കുവാൻ വേണ്ടി അന്റാർട്ടിക്കയിലോ ആഫ്രിക്കയിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം കാരുണ്യം കാണിക്കേണ്ടത്, കരുതൽ കാണിക്കേണ്ടത് നമ്മുടെ കൂടെയുള്ളവരോടാണ്, നമ്മുടെ കുടുംബത്തിലുള്ളവരോടാണ്, നമ്മുടെ സമൂഹത്തിലുള്ളവരോടാണ്. അവരോട് കാരുണ്യം കാണിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർവാശ്ലേഷമായ ഒരു സ്നേഹം, കാരുണ്യം, ഈ കാരുണ്യത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ഇടയൻ, വലിയ ഇടയൻ, നല്ല ഇടയൻ. അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ പ്രാഭവം എന്താണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. പത്രോസും അന്ത്രയോസും കടലിൽ വലയെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോ വന്ന് പറയുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നമ്മളൊന്ന് ഈ ഒരു ദൃശ്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ഈ കോടിമത സൈഡിലോ അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിലോ ഒക്കെ പോകുമ്പോൾ മത്സ്യം പിടിക്കുന്നവരെ കാണാം. അവരോട് ചെന്നിട്ട് എൻ്റെ പിന്നാലെ പോര് എന്ന് പറഞ്ഞാൽ അവർ പിന്നാലെ പോരുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ പോരും. കാരണം ഇന്നൊരു പരിപാടിയുണ്ട്, വൈകിട്ട് ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വള്ളവും വലയും അല്ല എന്തു വേണമെങ്കിലും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ചില ആളുകൾ പോരും. അതല്ല എങ്കിൽ ആകെ സ്വന്തമായുള്ള ഈ വള്ളവും വലയും ഉപേക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും കൂടെ പോരുമോ? തൊട്ട് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കടൽ തീരത്തിരുന്ന് വല നിന്നാക്കുന്ന രണ്ടുപേരെ കാണുന്നു, സെബദിയുടെ പുത്രന്മാർ. പിതാവുണ്ട് കൂടെ. അവരോട് ചെന്ന് അവൻ ഇതേ വാക്കുകൾ തന്നെ ആവർത്തിക്കുകയാണ്, എൻ്റെ കൂടെ പോരുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. വള്ളവും പിതാവിനെയും ഉപേക്ഷിച്ചുകൊണ്ട് അവർ കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. അവൻ മറുപടിക്ക് കാത്തു നിൽക്കുന്നവനല്ല, കാര്യം പറഞ്ഞിട്ട് അവൻ നടന്നു നീങ്ങുകയാണ്. ആലോചിക്കാൻ പോലും ഈ ശിഷ്യന്മാർക്ക് സമയമില്ല. നമ്മൾ പ്രായോഗികമായി ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് വല്ലതും നടക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് വള്ളവും വലയും പിതാവിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ പിന്നാലെ പോയി? ഒരു കാന്തശക്തിയാൽ എന്നതുപോലെ ഈ രാത്രി എഴുന്നേറ്റ് നടക്കുന്ന ആളുകളെക്കുറിച്ച് അറിയാമല്ലോ. സൊംനാംബുളിസം എന്ന് പറയും. ഒരു ബോധമില്ലാതെ എങ്ങോട്ടാണ്, എന്താണ് ചെയ്യുന്നതെന്നറിയാതെ, എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത്. അത്രമാത്രം ശക്തമായ കാന്തികമായൊരു വ്യക്തിപ്രാഭവമുള്ളവനായിരുന്നു കർത്താവ്. ഒന്നും ചോദിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, ഒന്നും ചോദിക്കുവാൻ അവർക്ക് തോന്നുന്നില്ല. അവൻ്റെ പിന്നാലെ അവർ ഇറങ്ങിപ്പോവുകയാണ്. ഈ ഇടയൻ കാണിച്ചു തന്ന ആ കാരുണ്യവും സ്നേഹവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ വിശുദ്ധ സെബസ്ത്യാനോസ് ചെയ്തത് അതുതന്നെയാണ്. പല തരത്തിലുള്ള വാഗ്ദാനങ്ങളുണ്ടായി, വലിയ വലിയ സ്ഥാനമാനങ്ങൾ ചക്രവർത്തിയും കൂട്ടരുമൊക്കെ വാഗ്ദാനം ചെയ്തു. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി, അതിനേക്കാൾ വലുതായി അദ്ദേഹം കണ്ടത് തൻ്റെ ജീവൻ ബലി കഴിച്ചുകൊണ്ട് ആ ഗുരുനാഥൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. ഈ ഒരു ആകർഷമാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ വേണ്ടത്. ഇന്നത്തെ ലോകം അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും ആകർഷിക്കപ്പെടുന്നത് അക്രമവും കൊലയും പ്രതികാരവുമൊക്കെ ചെയ്യുന്ന ആളുകളോട് കൂടെ ചേരുവാനാണ്. നമ്മുടെ ആളുകൾ എന്തുകൊണ്ട് മറ്റു ചില മതങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്നു? എന്താണ് അവരുടെ ആകർഷണ ശക്തി? ഇതൊന്നും ഈ ഇടയൻ്റെ കാരുണ്യത്തിലും അതുപോലെ തന്നെ കരുണയാലും ഇവരാകർഷിക്കപ്പെടുന്നില്ല. ഇത്രയും നാൾ കൂടെ നടന്നിട്ടും അവർക്കിതൊന്നും ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ, അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. ശിഷ്യന്മാർക്കുമുണ്ടായിരുന്നു ഈ പ്രശ്നം.
അവസാനം വരെ തങ്ങളിൽ വലിയവനാരാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് എത്രമാത്രം മാനസികമായി വേദന അനുഭവിച്ചിട്ടുണ്ടാകാം. ഇത്രയും നാൾ ഇവരെ കൂടെ കൊണ്ടു നടന്ന് താൻ പറഞ്ഞു കൊടുത്തത് എന്താണ്, പഠിപ്പിച്ചത് എന്താണ്, ഇതൊന്നും മനസ്സിലാക്കുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ള മനോവ്യഥ അവസാനം വരെ അനുഭവിച്ചവനാണ് കർത്താവ്. എന്നാൽ അവിടുന്ന് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് ആരാണ് എന്ന് തിരിച്ചറിയുവാൻ, ഉൾക്കൊള്ളുവാൻ, അവൻ്റെ യഥാർത്ഥ ആകർഷണത്തിൽ വീഴുവാൻ ഈ ശിഷ്യന്മാർക്ക് സാധിച്ചത്. മരിക്കാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് നന്മ ചെയ്യേണ്ടത്? നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മുടെ സമൂഹത്തിലുള്ളവരോട് ആദ്യം കാരുണ്യം കാണിക്കാൻ സാധിക്കുമ്പോഴേ മറ്റുള്ളവരോട് ഇതുപോലെ കാരുണ്യം കാണിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ ഇടയനിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാഭവം എന്ന് പറയുന്നത്. കാരുണ്യത്തിൻ്റെ ഭാവം, കരുതലിൻ്റെ ഭാവം. ഈ കരുതൽ മറ്റുള്ളവരോട് നാം കാണിക്കുമ്പോഴാണ് നമുക്ക് തിരികെ ഈ കാരുണ്യവും കരുതലും ലഭിക്കുകയുള്ളൂ. നല്ല ഇടയനിൽ നിന്നും ഇത് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഈ തിരുനാളാഘോഷം ഇതിന് നമ്മെ സഹായിക്കണം. കുറച്ചുകൂടി കാരുണ്യത്തോടെ, കരുതലോടെ, സ്നേഹത്തോടുകൂടി, സൗമ്യതയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുവാൻ, മറ്റുള്ളവരോട് സംസാരിക്കുവാൻ, മറ്റുള്ളവരോടൊപ്പം ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നല്ലവനായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ യുവജനങ്ങളും ഈ ഇടയൻ്റെ കാരുണ്യത്താലും നന്മ പ്രവൃത്തിയാലും ആകർഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, തിരുസഭാ മക്കളെ വിശ്വാസപാതയിലൂടെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെയും തിരുസഭ മേലധ്യക്ഷന്മാരെയും വൈദികരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ ഐക്യത്തിൽ ഒന്നിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരുസഭയെ വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും പാതയിൽ നയിക്കുവാൻ തിരുസഭ ഇടയന്മാരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയാൽ എല്ലാ കുടുംബങ്ങളെയും കൃപയിലും സമാധാനത്തിലും സുസ്ഥിരമായി നിലനിർത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥ, അങ്ങയുടെ വിളഭൂമിയിൽ തീഷ്ണതയോടെ വേല ചെയ്യുന്ന ഇന്നത്തെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സ്നേഹം നിറഞ്ഞ ബേസിലച്ചനെയും ഇന്നത്തെ തിരുനാളിന് നേതൃത്വം നൽകുന്ന യുവജനങ്ങളെയും കർമ്മലമാതാ യൂണിറ്റിലെ പ്രസിദ്ധേന്തിമാരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ സ്നേഹത്താൽ ഇവരെ നിറയ്ക്കണമേ എന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, എല്ലാ രോഗികളെയും പ്രത്യേകിച്ച് COVID-19 രോഗത്താൽ വലയുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗശൈലിയിലും ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ പ്രത്യാശ നിറഞ്ഞ വചനം കേൾക്കാനും ദൈവിക പദ്ധതിയോട് സഹകരിച്ച് സൗഖ്യവും സമാധാനവും സ്വീകരിക്കുവാനും ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യപിതാവേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് പാപപ്രതിയും അങ്ങേ ഉത്ഥാനത്താൽ പങ്കുചേർന്ന സ്വർഗീയാനന്ദവും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നത്തെ ദിവ്യബലിക്ക് നിയോഗങ്ങൾ നൽകിയിട്ടുള്ള വാരുവില്ല കുടുംബത്തിൻ്റെയും മർക്കോസ് തെക്കേനകത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പയസ് കോച്ചേരിയുടെയും കുടുംബാംഗങ്ങളുടെയും ത്രേസ്യാമ്മ കുന്നേൽപ്പറമ്പിലിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പ്രത്യേകമായ നിയോഗങ്ങൾക്കായി ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം.
കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. മെൽക്കീസദേക്കിന്റെ ബലി പോ നാദായിയപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. മെൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥായിയപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ കാഴ്ചയാ കാണിക്കയാ എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. മെൽക്കീസദേക്കിന്റെ ബലി പോ നാദായിയപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. ഉറ്റവരെയും ഉടയവരെയും ഈ കാഴ്ച വസ്തുവായി സ്വീകരിക്കൂ. ഉറ്റവരെയും ഉടയവരെയും ഈ കാഴ്ച വസ്തുവായി സ്വീകരിക്കൂ. മണ്ണും വിളവും ജീവമാർഗങ്ങളും മണ്ണും വിളവും ജീവമാർഗങ്ങളും സ്വീകരിച്ചനുഗ്രഹിക്കൂ. നാദാ സ്വീകരിച്ചനുഗ്രഹിക്കൂ. മെൽക്കീസദേക്കിന്റെ ബലി പോൽ നാദായിയപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. പാപങ്ങളും രോഗദുരിതങ്ങളും എൻ കാഴ്ചയായിന്നു നൽകിടാം ഞാൻ. പാപങ്ങളും രോഗദുരിതങ്ങളും എൻ കാഴ്ചയായിന്നു നൽകിടാം ഞാൻ. ഭാവിയും ഭൂതവും വർത്തമാനങ്ങളും ഭാവിയും ഭൂതവും വർത്തമാനങ്ങളും സ്വീകരിച്ചനുഗ്രഹിക്കൂ. നാദാ സ്വീകരിച്ചനുഗ്രഹിക്കൂ. മെൽക്കീസദേക്കിന്റെ ബലി പോ നാദായിയപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. മെൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥായിയപ്പവും
ഞങ്ങളുടെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ജനത്തിന്റെ കാഴ്ചയർപ്പണം അങ്ങേക്ക് പ്രീതികരമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി വിശുദ്ധീകരണം വീണ്ടെടുക്കാനും ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവ പ്രാപിക്കുവാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയെന്നത് അങ്ങേ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്കവ രക്ഷയ്ക്കുപകരിക്കുന്നുവല്ലോ. ആകയാ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരപനമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരപനമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ
ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം, ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദികരോടും സന്യസ്തരോടും എല്ലാ വിശ്വാസികളുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല.
അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ളവർ അവരവരുടെ സ്ഥാനങ്ങളിൽ തന്നെ ആയിരിക്കുക. വൈദികർ ദിവ്യകാരുണ്യവുമായി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നതാണ്. യേശുവേ, നിൻ സ്നേഹമെൻ്റെ ആശ്രയം. രാപ്പകൽ ഞാൻ തേടും നിന്റെ ദർശനം. യേശുവേ, നിൻ സ്നേഹമെൻ്റെ ആശ്രയം. രാപ്പകൽ ഞാൻ തേടും നിന്റെ ദർശനം. ആശയാൽ തിരുമുൻപിൽ നമിച്ചിടുന്നു. കരത്താരിലെന്നെ നീ ചേർത്തിടണേ. യേശുവേ, നിൻ സ്നേഹമെൻ്റെ ആശ്രയം. രാപ്പകൽ ഞാൻ തേടും നിന്റെ ദർശനം. പുലർമഞ്ഞു പോലെന്നെ തഴുകിടണേ. കാരുണ്യമോടെന്നെ നയിച്ചിടണേ. പുലർമഞ്ഞു പോലെന്നെ തഴുകിടണേ. കാരുണ്യമോടെന്നെ നയിച്ചിടണേ. ജീവനും എന്നോട് ജീവിതവും യേശുവേ, നീ തന്ന ദാനമല്ലയോ.
യേശുവേ നീ തന്ന ദാനമല്ലയോ യേശുവേ നിൻ സ്നേഹമെന്റെ ആശ്രയം രാപ്പകൽ ഞാൻ തേടും നിന്റെ ദർശനം നന്ദി മാത്രമേയുള്ള മനതാരില ആരാധന മാത്രമൻ അധരങ്ങളിൽ നന്ദി മാത്രമേയുള്ള മനതാരില ആരാധന മാത്രമൻ അധരങ്ങളിൽ യേശുവേ നിൻ സ്നേഹം വർണ്ണിച്ചിടാ മതിയാവിൽ ഈ ജന്മം ഈ ഭൂമിയിൽ മതിയാവിൽ ഈ ഭൂമിയിൽ യേശുവേ നിൻ സ്നേഹമെന്റെ ആശ്രയം രാപ്പകൽ ഞാൻ തേടും നിന്റെ ദർശനം ആശയാ തിരുമുൻപിൽ നമിച്ചിടുന്നു കരതാരിലെന്നെ നീ ചേർത്തിടണേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയോട് കേണപേക്ഷിക്കുന്നു. അങ്ങേ രഹസ്യങ്ങളാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്നു ഞങ്ങളെ. അങ്ങയ്ക്ക് പ്രീതികരമായ പ്രവർത്തന ശൈലിയിലൂടെ യോഗ്യമായ ശുശ്രൂഷ ചെയ്യാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദയവ് ചെയ്ത് എല്ലാവരും ഇരിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ തിരുനാളിൻ്റെ 4-ാം ദിവസമായ ഇന്ന് യുവജന ദിനമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു സായാഹ്നം ഒത്തിരിയേറെ അനുഗ്രഹീതമായി തീരുകയാണ്. വളരെ പ്രാർത്ഥന നിർഭരമായ രീതിയിൽ ഭക്തിയോടുകൂടി നമുക്ക് വേണ്ടി ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ദൈവസന്നിധിയിൽ നമുക്കൊരു പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സ്നേഹം നിറഞ്ഞ ബേസിൽ പാതുവച്ചൻ നമ്മളൊത്തിരിയേറെ സ്നേഹത്തോടു കൂടി ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ തിരുനാൾ ദിനങ്ങളിൽ വൈദികരെ ക്ഷണിക്കുവാനുള്ള പേരുകൾ നിർദ്ദേശിച്ചപ്പോൾ കമ്മിറ്റി അംഗങ്ങൾ ആദ്യം നൽകിയ പേരാണ് നമുക്ക് ബേസിൽ അച്ഛനെ വിളിക്കണം ഒരു ദിവസം. അച്ഛനിപ്പോൾ നമുക്കറിയാം വരാപ്പുഴയിലെ മൗണ്ട് കാർമൽ ഇടവകയുടെ വികാരി, അതുപോലെ തന്നെ ആശ്രമത്തിൻ്റെ ശ്രേഷ്ഠനും ഒക്കെ ആയതുകൊണ്ട്
നമുക്ക് ഞായറാഴ്ച ദിവസം അച്ഛനെ ലഭിക്കുവാൻ എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ യുവജന ദിനത്തിൽ നമുക്ക് അച്ഛനെ ക്ഷണിച്ചപ്പോൾ ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി ഒട്ടും മടി പറയാതെ ഞാൻ വന്നിരിക്കും. നമുക്ക് നേരിട്ട് നോട്ടീസ് കൊടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു. അച്ഛൻ്റെ വാത്സല്യം നിറഞ്ഞ സ്നേഹം ഒരിക്കൽ കൂടി ഈയൊരു ദിവ്യബലി മധ്യേ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിച്ചു. അച്ഛനെ ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ പ്രാർത്ഥനകൾ നേടുന്നതോടൊപ്പം അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകളെ എല്ലാവരെയും ഒരുപോലെ തന്നിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എത്രമാത്രം വാത്സല്യത്തോടു കൂടി കരുതലോടുകൂടി സംരക്ഷിക്കുന്നു, സ്വജീവൻ തന്നെ നൽകി അവനെ സ്നേഹിക്കുന്നുവെന്ന് അച്ഛൻ്റെ ആ വചന സന്ദേശത്തിൽ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 3 വർഷക്കാലം നല്ലിടയൻ്റെ മാതൃകയിൽ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഇടവകയെ എല്ലാവരെയും കൂട്ടിണക്കി ഒരു കുടുംബം പോലെ കൂടുതൽ ആ ഒരു ഐക്യത്തിലേക്ക്, സൗഹൃദത്തിലേക്ക്, എല്ലാറ്റിലും ഒത്തിരിയേറെ അടുപ്പത്തിലേക്ക് കൊണ്ടുവന്നത് സ്നേഹം നിറഞ്ഞ ബേസിലച്ഛൻ്റെ ഈ നല്ല ഇടയൻ്റെ മാതൃകയിലുള്ള അജപാലന വൈഭവ്യം തന്നെയായിരുന്നു. അച്ഛൻ ചെന്നിടത്തെല്ലാം ആ രീതിയിൽ അച്ഛനെ ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലുവാനും അവരുടെ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടത് രീതിയിൽ ആത്മീയവും ഭൗതികവുമായ എല്ലാവിധ മേഖലകളിലും വളരെ സമഗ്രമായ രീതിയിൽ അവരെ സ്നേഹിച്ചുകൊണ്ട് അവർ വളർത്തുവാനായിട്ട് അച്ഛൻ എപ്പോഴും മുൻപന്തിയിലാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ പ്രോവിൻസിൽ നിന്നും അഭിമാനമാണ് അച്ഛന്. നമ്മുടെ ഈ നല്ലിടയൻ ഇടവകയ്ക്കും അതുപോലെ തന്നെ ഏറ്റവും അഭിമാനകരമായ രീതിയിൽ തന്നെ എന്നും നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന ഒരച്ഛനാണ് ബേസിലച്ഛന്. അച്ഛന് ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്നേഹവും ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ, ഇടവകയുടെ ഓരോ മക്കളുടെ പേരിലും ഞങ്ങൾ നേരുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. അച്ഛൻ കഴിഞ്ഞ വർഷം 2019-2020 മിഷൻ ഞായറിൻ്റെ ധനശേഖരണാർത്ഥം നമ്മൾ രൂപതയിൽ ഏൽപ്പിച്ചതിൽ രൂപതാ തലത്തിൽ ബി ഗ്രൂപ്പിൽ നമ്മുടെ ഇടവകയ്ക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ഏറ്റവും കൂടുതൽ തുക നൽകിയ ഇടവക എന്ന ഇതിലുള്ള ഒരു സമ്മാനം നമ്മുടെ വിമലഗിരി കത്തീഡ്രലിൽ വെച്ച് വിമലഗിരി മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ അഭിമന്യ പിതാവ് നമ്മുടെ ഇടവകയ്ക്ക് നൽകി. ആ നൽകിയ സമ്മാനമാണ് ഇന്ന് അച്ഛൻ കുർബാനയിൽ ധരിച്ചിരിക്കുന്ന കുർബാനക്കുപ്പായം. അതിന് പിന്നിൽ അച്ഛൻ തന്നെ വലിയ ആത്മാർത്ഥമായ സ്നേഹമാണ്. അച്ഛൻ ഒരിക്കൽ കൂടി നമുക്ക് അഭിനന്ദിക്കാം. അതുപോലെ തന്നെ സഹകാർമ്മികരായിട്ട് നമുക്കിന്ന് കൂടെയുള്ളത് മേരിമംഗലത്തച്ഛൻ. നമുക്കറിയാം ഒത്തിരിയേറെ നമ്മുടെ ഈ ഇടവകയെ നമ്മൾ ഓരോരുത്തരെയും അറിയുന്ന, സ്നേഹിക്കുന്ന, എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞില്ല എങ്കിലും എപ്പോഴും അച്ഛൻ നമ്മുടെ കുർബാനയെ കഴിഞ്ഞ് ഇതിലെ വരുമ്പോൾ ആശ്രമത്തിലേക്ക് കയറും, ഞങ്ങളോടൊപ്പം ചിലപ്പോഴൊക്കെ ചിലവഴിക്കും, പിന്നെ പള്ളിയിലാണ് കുറച്ച് നേരം പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മുടെ ഈ ഒരു ദേവാലയത്തോടും ആശ്രമത്തോടും ഇടവകയോടൊക്കെ ഒത്തിരിയേറെ ബന്ധപ്പെട്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരച്ഛനാണ് മേരിമംഗലത്തച്ഛന്. അച്ഛനും തിരുനാൾ ദിനത്തിൽ അച്ഛന് ഇവിടെ വരാൻ സാധിക്കാത്തത് കൊണ്ട് മുൻകൂട്ടി തന്നെ അച്ഛൻ ഇന്ന് ഇവിടെ വന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്നു. ഇടവകയുടെ ഓരോ മക്കളുടെ പേരിൽ പ്രത്യേകം അച്ഛന് നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങൾ നേരുകയാണ്. അതുപോലെ തന്നെ അഗസ്റ്റിൻ അച്ഛനും നമ്മുടെ ഈ ആശ്രമത്തിൽ അംഗമാണ്. അച്ഛനും ഒരിക്കൽ കൂടി സ്നേഹത്തോടുകൂടി നന്ദിയും പ്രാർത്ഥനയും നേരുന്നു. ഇന്നത്തെ ഈ കുർബാനയിലെ നേതൃത്വം നൽകിയ നമ്മുടെ യുവജനങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമുക്ക് ഇവരെ ഇത്രമാത്രം സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും വളർത്തിയതും നമുക്കറിയാം. ബേസിലച്ഛൻ്റെയും പിന്നെ അതിന് മുന്നിലുള്ള യേശുദാസച്ഛൻ്റെയൊക്കെ വലിയ പ്രവർത്തനമായിരുന്നു, സാന്നിധ്യമായിരുന്നു. യുവജനങ്ങൾ ഇന്ന് ഒത്തിരിയേറെ ഇവിടെ ഈ ഒരു ദിവ്യബലിക്കായിട്ട് കടന്നു വന്നു. അവർ ഓരോരുത്തരെയും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നല്ലിടയൻ
ഇടവകയുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ എല്ലാ യുവജനങ്ങളെയും ഈ അവസരത്തിൽ സ്നേഹത്തോടുകൂടി നന്ദി പറയുകയും എല്ലായ്പ്പോഴും എല്ലാ ആവശ്യത്തിലും നമ്മുടെ ഇടവകയോട് ചേർന്ന് സഹകരിക്കുന്ന ആത്മാർത്ഥമായിട്ടൊരു കൂട്ടായ്മയോട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നല്ല ഇടയൻ ഇടവകയുടെ യൂത്ത്. ഈ തിരുനാളിന് ഒരുക്കമായിട്ട് ദേവാലയം ശുദ്ധീകരിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ യുവജനങ്ങൾ അത് ഏറ്റെടുത്തു. ഞങ്ങളുടെ നേതൃത്വത്തിൽ പള്ളി കഴുകിയേക്കാം. അങ്ങനെ അവരെല്ലാവരും രാവിലെ തന്നെ വന്നു. ഒത്തിരിയേറെ നല്ല ത്യാഗമനസ്സോടുകൂടി കൂട്ടായ്മയോടുകൂടി അന്നത്തെ ദിവസം മുഴുവൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം നന്നായിട്ട് മനോഹരമായിട്ട് ദേവാലയം കഴുകി തുടച്ച്. അപ്പോൾ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും ഇവരുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടായാലും അവരെപ്പോഴും കൂടെയുണ്ട് സഹകരിക്കുവാൻ. അപ്പോൾ നമ്മുടെ നല്ലിടയൻ യൂത്ത് മൂവ്മെൻറ്റിലെ ഓരോ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങളും സ്നേഹവും നന്ദിയും ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഒരിക്കൽ കൂടി നേരുകയാണ്. അതുപോലെ തന്നെ കർമ്മലമാത കുടുംബ യൂണിറ്റിലെ പ്രസിഡന്റുമാരെയും ആ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളെയും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നല്ലിടനായ യേശുവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനസിൻ്റെയും മാധ്യസ്ഥതയിൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി നേരുകയാണ്. ഇന്നത്തെ ഈ കുർബാനയിൽ നിയോഗം ഏറ്റെടുത്ത് നടത്തിയ വാരുവില്ല കുടുംബാംഗങ്ങൾക്കും മർക്കോസ് തെക്കിനകത്ത് കുടുംബാംഗങ്ങൾക്കും പയസ് കോച്ചേരി കുടുംബാംഗങ്ങൾക്കും ത്രേസ്യാമ കുന്നേൽപ്പറമ്പിൽ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയമങ്ങളെയും നല്ലവനായ ഈശോയുടെ തിരുനടയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ദിവ്യഹൃദയത്തോട് ചേർത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സെബസ്ത്യാനസ് പുണ്യാളൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലുണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഇന്നലെയും ഇന്നും നമ്മുടെ ഈ ദേവാലയത്തിൽ അലങ്കാരം നടത്തി പുഷ്പാലങ്കാരം നടത്തിയതൊക്കെ മൗണ്ട് കാർമലിലെയും NSIയിലെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. അത് വളരെ മനോഹരമായിരുന്നത് കൊണ്ടായിരിക്കാം ഇന്നലേക്ക് നമ്മുടെ യുവജനങ്ങളുടെയൊക്കെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ പലതും ഓടുന്നത് കണ്ട്. അപ്പോൾ അത് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി അവരെ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്ന അഭിനന്ദനങ്ങൾ നേരുന്നു. അവരുടെ പ്രാർത്ഥന നിയോഗങ്ങളെയും ഈ ദിവസത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളത്തെ തിരുക്കർമ്മങ്ങൾ നാളെ 12-ാം തീയതി ദമ്പതി ദിനമാണ്. ഓരോ യൂണിറ്റിൽ നിന്നും നമ്മൾ ഒരു ദമ്പതികളാണ് തിരഞ്ഞെടുത്ത് നേതൃത്വം നൽകുവാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. യൂണിറ്റ് ഭാരവാഹികൾ അത് നിശ്ചയിച്ചിട്ട് നാളത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകുവാനായിട്ട് അവർ നേരത്തെ ഇവിടെ വരേണ്ടതാണ്. ജപമാല സമർപ്പിക്കുവാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അവരുടെ ആ നേതൃത്വത്തിന് നേതൃത്വം നൽകുവാനായിട്ട് മുൻകൂട്ടി ഇവിടെ വന്ന് അത് ഒരുങ്ങേണ്ടതാണ്. നാളത്തെ നാളെ നമ്മൾ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മിത്വം വഹിക്കുന്നതും വചന സന്ദേശം നൽകുന്നതും നമ്മുടെ വിജയവീരൻ രൂപതയുടെ പ്രൊക്യുറേറ്ററായ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട അജി ജോസഫ് ചെറുക ക്രാഞ്ചി അച്ഛനാണ്. അച്ഛനെയും നാളത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാ ദമ്പതികളെയും, പ്രത്യേകിച്ച് യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ദമ്പതികളെയും, കർമ്മലറാണി ദേവമാത കുടുംബ യൂണിറ്റിലെ പ്രതിനിധിമാരെയും കുടുംബ യൂണിറ്റുകളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളത്തെ കുർബാനയുടെ നിയോഗം ഏറ്റെടുത്ത് നടത്തുന്നവർ കർമ്മലമാത കുടുംബ യൂണിറ്റ്. അപ്പോൾ യൂണിറ്റ് മൊത്തമായിട്ട് അവർ ഒന്നിച്ച് ആ ഒരു ദിവസത്തെ കുർബാനയുടെ നേതൃത്വം ഏറ്റെടുത്ത് നടത്തുകയാണ്. അതുപോലെ തന്നെ റെജീന ജോൺ മലയിലും മനോജ് ജോസഫ് നടുപ്പറമ്പിലും ഈ 3 വ്യക്തികളാണ് നാളെ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്നവരെയും പ്രത്യേകമായി സമർപ്പിച്ചവരെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ ഈ തിരുക്കർമ്മങ്ങളിലൊക്കെ ഒത്തിരിയേറെ സജീവമായി പങ്കെടുത്ത് അവരുടെ സാന്നിധ്യം കൊണ്ടൊക്കെ അനുഗ്രഹിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ദർശന സമൂഹത്തിലെ ഓരോ അംഗങ്ങളെയും നമ്മുടെ അൾത്താരപാലകരെയും വളരെ മനോഹരമായ ഗാനാലാപം നടത്തിയ ഗായക ശുശ്രൂഷകരെയും ബഹുമാനപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ യുവജനങ്ങളെയും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.
വളരെ നന്ദിയുടെ ഒരു വാക്ക്. നമ്മുടെ ഇടവക തിരുനാളിൻ്റെ ഈ ദിവസങ്ങളിൽ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഈ ദിവ്യബലി അർപ്പിക്കുവാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ്. അതിന് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ യുവജന ദിനത്തിൽ തന്നെ ദിവ്യബലി അർപ്പിക്കുവാൻ സാധിച്ചത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അവർ ഇടവകയ്ക്ക് ഒരു മുതൽക്കൂട്ടായി വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് വിശുദ്ധരുടെ ജീവിതത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തിയ ഈ ഓൺലൈൻ പരിപാടികൾ, അതുപോലെ തന്നെ ഉണ്ണീശോയുടെ നൊവേന, മറ്റുള്ള രീതിയിലുള്ള മത്സരങ്ങളൊക്കെ ഈ പ്രത്യേക സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ക്രിയാത്മകമായി ചിന്തിക്കുകയും മറ്റുള്ളവരെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഏറെ നന്മയുളവാക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ അവരെ അനുമോദിക്കുകയും തുടർന്നും ഇങ്ങനെ ഈശോയുടെ നന്മയും കാരുണ്യത്താലും മാത്രം അവർ എന്നും ആകർഷിക്കപ്പെടാനും ശക്തമായ നിലയിൽ നമ്മുടെ ഇടവക സമൂഹത്തിന് അഭിമാനമായി തന്നെ അവർ എന്ന് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എന്നോടൊപ്പം ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന ബഹുമാനപ്പെട്ട മേരിമംഗലം അച്ഛനും അതുപോലെ തന്നെ അഗസ്റ്റിൻ പൂപ്പാടി അച്ഛനും നമ്മുടെ ദർശന സമൂഹാംഗങ്ങൾക്കും സജിയുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘം, പ്രത്യേകിച്ച് യേശുവേ എന്നുള്ള പാട്ടുപാടിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. ദിവ്യബലിയിൽ പങ്കുചേർന്ന് എനിക്ക് വേണ്ടിയും നമുക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഈ നിയോഗങ്ങൾ നൽകിയ കർമ്മല മാതാ യൂണിറ്റിലെ അംഗങ്ങൾ, വാരുവില്ല കുടുംബം, മർക്കോസ് തെക്കേനകത്ത് കുടുംബം, വയസ് കൊച്ചേരി കുടുംബാംഗങ്ങൾ, ഫ്രേസ്യ മകുന്നൽപ്പറമ്പിൽ കുടുംബാംഗങ്ങൾ, നമ്മുടെ അനിൽ അൽത്താര ബാലകർ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന നമുക്ക് പരസ്പരം ഇനിയും തുടരാം. ഇപ്പോഴും എപ്പോഴും നിങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ആ പ്രാർത്ഥന എന്നും തുടരും. നിങ്ങളും എനിക്ക് വേണ്ടിയും തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.